ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 39-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. താം രാത്രിയും മുഴുതാസ്തത്ര സുവേലേ ഹരിപുങ്കവാ ലങ്കായാന്തർസുർവീരാവനാനി ഉപവനാനി ച. ആ രാത്രിയില് സുവേലത്തിൽ പാർത്ത വാനര പുങ്കവന്മാര് ലങ്കയിലുള്ള വനങ്ങളും ഉപവനങ്ങളും ഒക്കെ കണ്ടു. സമങ്ങളും സൗമ്യങ്ങളും രമ്യങ്ങളും വിശാലങ്ങളും ദീർഘങ്ങളും കൺകുളിർപ്പിക്കുന്നവയുമായ അവയെ കണ്ട് ബഭൂവർജാത വിസ്മയ, അവര് അതീവ വിസ്മിതന്മാരായിട്ട് മാറി. ചമ്പകം, അശോകം, പുന്നാകം, സാലം, താലം എന്നിവയാൽ സമാകുലവും സമാലവനങ്ങളാൽ മൂടപ്പെട്ടതും നാഗമരങ്ങളാൽ സമാവൃതവും ഈന്തല്, അർജുനം, നീപം പുഷ്പിച്ച ഏഴിലമ്പാലകള് എന്നിവയും മയിലെള്ളും പൂപ്പാതിരിയും ചുറ്റുപാടും കൊങ്ങുമരങ്ങളുള്ളതും പൂത്തവള്ളികൾ പലർന്ന പലതരം ശുഭവൃക്ഷങ്ങളുള്ളതുമായ ലങ്ക പലതരം പുഷ്പങ്ങളാലും രക്തകോമള പല്ലവങ്ങളാലും പച്ച പുൽപ്പരപ്പുകളാലും വിചിത്രങ്ങളായ വനരാജികളാലും അമരാവതി പോലെ തിളങ്ങി. തൂമണം തൂകുന്ന രമ്യങ്ങളായ പൂവുകളും കായ്കളും മനുഷ്യരാഭരണങ്ങൾ അണിയുന്നത് പോലെ വൃക്ഷങ്ങള് അവിടെ വഹിച്ചിരുന്നു എന്നാണ്. തച്ചൈത്രരഥസങ്കാശം മനോജ്ഞം നന്ദനോപമം വനം സർവർത്തുകം രമ്യം ശിശുഭേഷഡ്പദൈരുതം. ചൈത്രരഥത്തിനൊത്തതും മനോജ്ഞവും നന്ദനോപമവും സർവ ഋതുക്കളുടെയും ശോഭയുള്ളതും രമ്യവും വണ്ടുകൾ വിലസുന്നതുമായ ആ വനം തിളങ്ങി. നത്തുകളും നീർക്കോഴികളും നൃത്തം ചെയ്യുന്ന കാട്ടുചോലകളില് മയിലുകളും കുയിലുകളും കൂകുന്നത് അവര് കേട്ടു. സദാ പക്ഷികൾ മതമാർന്നും രാജഭൃംഗങ്ങള് പാടിയും കുയിലുകള് തിങ്ങിയ മരക്കൂട്ടങ്ങളോട് കൂടിയും പക്ഷികൾ കൂകുന്നതും വണ്ടുകള് എല്ലായിടത്തും പാറുന്നതും കുരലികള് കലമ്പുന്നതും കരുങ്കുരിയില് ശബ്ദിക്കുന്നതും വെള്ളിൽ പക്ഷികൾ കൂകുന്നതുമായ വനങ്ങളിലും ഉപവനങ്ങളിലും ഭ്രഷ്ടരും പ്രമുദിതരും വീരന്മാരും കാമരൂപികളുമായിരുന്ന ആ കവികള് പ്രവേശിച്ചു. തേഷാം പ്രവിശതാം തത്ര വാനരാണാം മഹോജസാം. മഹോജസ്വികളായ ആ വാനരന്മാര് അവിടെ പ്രവേശിക്കുമ്പോൾ പുഷ്പ സംസർഗത്താൽ സുരഭിലവും ഘ്രാണസൗഖ്യമേകുന്നതുമായ കാറ്റ് വീശി. മറ്റു ചില കവിവീരന്മാര് സുഗ്രീവന്റെ അനുവാദത്തോടെ കവിയൂതത്തിൽ നിന്ന് പുറത്തു വന്ന് പതാകകൾ പാറുന്ന ലങ്കയിലേക്ക് പോയി. വിത്രാസയന്തോ വിഗതാം സ്ത്രാസയന്തോ മൃഗദ്വിപാൻ. അലറുന്നതില് കേമകന്മാരായ ആ കവികള് തങ്ങളുടെ അലർച്ച കൊണ്ട് ലങ്കയെ കുലുക്കി, പറവകളെ പേടിപ്പെടുത്തി, മാനുകളെയും ആനകളെയും ഒക്കെ നടുക്കി. മഹാവേഗവാന്മാരായ അവര് കാൽ ചവിട്ടുകൊണ്ട് ഭൂമിയെ മർദ്ദിച്ചു. അവരുടെ പാദപതനത്തിൽ നിന്ന് പൊടിപടലം മേലോട്ട് ഉയർന്നു. കരടികളും സിംഹങ്ങളും പന്നികളും പോത്തുകളും ആനകളും മാനുകളും ആ ശബ്ദത്താല് പേടിച്ചരണ്ട് 10 ദിക്കുകളിലേക്കും പാഞ്ഞു. ത്രികുടത്തിന്റെ ഒരു ശിഖരം ആകാശത്തെ ഉരുമുന്നതും ഉന്നതവും പുഷ്പങ്ങളാൽ മൂടപ്പെട്ടതും കനകോപമവും 100 യോജന വിസ്താരമുള്ളതും നിർമ്മലവും ചേതോഹരവും ശ്രീമത്തും മഹത്തും ശോഭനവും പറവകൾക്ക് പോലും ദുഷ്പ്രാപ്യവുമാകുന്നു. മനസ്സുകൊണ്ട് പോലും അവിടെ പ്രവേശിക്കാനായിട്ട് എളുപ്പമല്ല. കർമ്മം കൊണ്ടുള്ള കാര്യം പിന്നെ പറയാനായിട്ടുണ്ടോ? അതിൻ്റെ കൊടുമുടിയിലാണ് രാവണപാലിതമായിരിക്കുന്ന ലങ്ക നിൽക്കുന്നത്. 100 യോജന വിസ്തീർണവും 30 യോജന നീളവുമുള്ള ആ ലങ്കാപുരി വെൺമേഘങ്ങൾ പോലെയുള്ള ഉന്നതങ്ങളായ ഗോപുരങ്ങളാലും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള മതിലുകളാലും ശോഭിക്കുന്നു. മഴക്കാലം തുടങ്ങുമ്പോൾ മാനം മേഘങ്ങളാൽ എന്ന പോലെ മേടകങ്ങളാലും
മാളികകളാലും അത്യന്തം വിഭൂഷിതമാണ് ലങ്കാപുരി. മാനം മുട്ടുന്നത് പോലെയുള്ള 1000-ഓളം തൂണുകളാൽ അലങ്കരിക്കപ്പെട്ട പ്രാസാദം കൈലാസ ശിഖരം പോലെ കാണപ്പെട്ടു. 100 രാക്ഷസന്മാരാൽ സദാ അത് സംരക്ഷിക്കപ്പെട്ടു പോരും. മനോജ്ഞവും കാനനങ്ങൾ ഉള്ളതും പർവ്വതങ്ങളാൽ ശോഭിതവും നാനാവിചിത്ര ധാതുക്കളാലും ഉദ്യാനങ്ങളാലും അലങ്കൃതവും നാനാതരം പറവകൾ ചിലയ്ക്കുന്നതും നാനാമൃഗങ്ങൾ വസിക്കുന്നതും നാനാ കാനനങ്ങളാൽ മൂടപ്പെട്ടതും നാനാ രാക്ഷസ സേവിതവും സമ്പൽ സമൃദ്ധവുമായ രാവണന്റെ ആ രാജധാനിയെ ശ്രീമാനും സൗമിത്രി സോദരനുമായ രാമൻ വാനരന്മാരോടൊത്ത് കണ്ടു. വലിയ വീടുകൾ നിറഞ്ഞ നാഗസദൃശമായിരിക്കുന്ന നഗരം കണ്ട് വിസ്മയം പ്രാപ്യ വീരവാനായ രാമൻ വിസ്മയപ്പെട്ടു. താം രത്നപൂർണാം ബഹുസംവിധാനാം പ്രാസാദമാലാഭിരലങ്കൃതാം ച പുരീം മഹായന്ത്ര കവാടമുഖ്യാൻ ദദർശ രാമോ മഹദാബലേന. രത്നപൂർണവും അനേക സംവിധാനങ്ങളൊക്കെ ഉള്ളതുമായ വെൺമേടകളുടെ നിരകളാൽ അലങ്കൃതമായ മഹായന്ത്രങ്ങളൊക്കെ ഘടിപ്പിച്ച കവാടങ്ങളുള്ളതുമായ നഗരത്തെ മഹാസേനയോടൊപ്പം രാമൻ കണ്ടു. അപ്പോൾ ഇങ്ങനെ അലങ്കാ കാഴ്ചകളൊക്കെ കവിശ്രേഷ്ഠന്മാരും രാമനുമൊക്കെ കാണുന്നതാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.